ട്രെയിലറിലൊക്കെ ഒരുപാട് നെഗറ്റീവ് കമന്റ് കണ്ടിരുന്നു. പക്ഷെ അങ്ങനെയല്ല, പടമായിട്ട് വന്നപ്പോൾ സൂപ്പറാണ്. നല്ല സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസന്റെ അഭിനയമൊക്കെ അടിപൊളിയാണ്. കുടുംബ പ്രേക്ഷകരിൽ നടക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടം കാണുന്നവർ കൂടി ഒരു പരിധിവരെ എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് സിനിമകൾ. ഇതൊരു വലിയ മാസ് പടം അങ്ങനെ നമുക്ക് പറയുന്ന കാര്യമില്ല. ഒരു ഫാമിലി എൻ്റർടൈനർ എന്നുള്ള നിലയിൽ ഇത് കാണാൻ കുടുംബശ്രീയും കുഞ്ഞാടും ഈ സിനിമ കാണാൻ പ്രധാന കാരണം, ഞാനിപ്പോൾ സുരേഷ് തിരുവല്ല എന്ന് പറയുന്ന ഡയറക്ടർ 4ാമത്തെ പടം കെട്ടുകാഴ്ചയിൽ സെൻട്രൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്നോടൊപ്പം ചെയ്ത സരിത രാജീവ് എന്ന് പറഞ്ഞ പാട്ടുകാരി, ചിത്രയെ പോലെ പാടുന്ന പാട്ടുകാരിയാണ് സരിത രാജീവ്. പുള്ളിക്കാരത്തി നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസിൽ എൻ്റെ കൂടെ ചെയ്തിരുന്ന സാജു നവോദയ, പ്രഭാഷണ ഷാജി, അദ്ദേഹമുണ്ട്. പിന്നെ സൂപ്പർ ജിമ്മി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന അനൂപ് പുരുഷോത്തമ സിനിമയിൽ ഞാൻ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിൽ എന്നോടൊപ്പം ചെയ്ത ജയേഷൻ ചേട്ടൻ ഇതിനകത്ത് നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളുള്ളതുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു ഞാനിങ്ങനെ കാണാനായിട്ട് വന്നു. പക്ഷേ ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ പലരുടെയും കുടുംബങ്ങളിൽ നമുക്കറിയാമെന്നുള്ള പല കുടുംബങ്ങളിൽ നടക്കുന്ന ചില ഇൻസിഡൻസാണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ശരിയാകത്തില്ല. ആ ഇൻസിഡൻസുകളെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഇതിൻ്റെ ഡയറക്ടർ എൻ്റെ നാട്ടുകാരനാണ്, തിരുവനന്തപുരത്ത് ആറ്റിങ്ങിൽ ചിറങ്ങിലുള്ളതാണ് SP മഹേഷ് സാറ്. അപ്പോൾ നല്ല രീതിയിൽ എന്നുവെച്ചാൽ നമുക്ക് ഹൃദയസ്പർശിയായിട്ട് പലപ്പോഴും ഇന്ന സാധനങ്ങൾ നമ്മുടെ ലൈഫിന് ബന്ധപ്പെട്ടതാണല്ലോ നമുക്കറിയാമെന്നുള്ള കഥയാണ്. അപ്പോൾ അതിന് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാമിലി എൻ്റർടൈനറായിട്ടാണ് കുടുംബശ്രീയും പിന്നെ കുഞ്ഞാടും അല്ലേ.